ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കപ്പ വടയാണ്. അതിനുവേണ്ടി ഏകദേശം 1 കിലോ കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പയൊക്കെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. തിളച്ച് വെള്ളം അങ്ങ് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കപ്പ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത കപ്പ ഇട്ട് കൊടുത്ത് ആ ചൂട് വെള്ളത്തിൽ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ കപ്പയുടെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില അതും അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില വേണമെങ്കിൽ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിലേക്ക് നമുക്ക് ഒരു 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ച് നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി തൊലിയോടുകൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. കപ്പ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പെരിഞ്ജീരകം കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം നന്നായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് സവോളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരണം. ഒരു നനവ് കൂട്ടിന് ഒരു ചെറിയ നനവ് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഞെരടി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. നമ്മളിതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നനവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉള്ളിവടയൊക്കെ തയ്യാറാക്കുന്ന ഒരു പരുവത്തിനാണ് മാവിൻ്റെ അതിൻ്റെ മുറുക്കം വേണ്ടത്. ആ പരുവത്തിന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ സമയം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വടകൾ തയ്യാറാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഇതുപോലൊരു ബോൾ എടുക്കാം. ബോളായിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരിപ്പ് വടയ്ക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്നത്. അധികം കട്ടിയില്ലാതെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ കേട്ടോ. കാരണം കപ്പയാണ്, അതിൻ്റെ അകം ഒന്ന് വെന്ത് വരണം. നമ്മൾ വേവിച്ചെടുത്ത കപ്പയല്ല, പച്ചയ്ക്ക് തന്നെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കപ്പയൊന്ന് വെന്ത് വരണം. പിന്നെ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് എണ്ണ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് അകം വേവാതെ വരും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഓരോ വടയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് പുറം നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന പരുവത്തിന് വറുത്തെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകാതെ എന്നാൽ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഓരോ വടയും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കപ്പവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി. കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വടകൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് അകമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പുറം നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.